അവരെ നമ്മുടെ ഈ മജ്ലിസ് ലൈവിലൂടെ ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു ലൈവിന്റെയും ആവശ്യമില്ലാതെ ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ഖുൽ നബിയെ തങ്ങൾ പറയണം, തങ്ങൾ ഉമ്മത്തിനിക്ക് പറഞ്ഞു കൊടുക്കണം, ഇഅ്മലൂ നിങ്ങളെല്ലാവരും അമൽ ചെയ്യണം. നിങ്ങൾ അമൽ ചെയ്താൽ ഫസയറല്ലാഹു അമലക്കും നിങ്ങളുടെ അമലിനെ അല്ലാഹു കാണുന്നവനാണ്. വറസൂലുഹു അല്ലാഹുവിന്റെ റസൂലും നിങ്ങളുടെ അമലിനെ കാണുന്നു. വൽ മുഅ്മിനൂന സത്യവിശ്വാസികളും നിങ്ങളുടെ അമലുകളെ കാണുന്നു. ഖുർആനിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല കാണുമെന്നുള്ളതും എന്നെന്നും കാണുന്നവനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കാണുകയാണ്. നമ്മുടെ എല്ലാ അമലുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നു. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മദീനയിൽ ലൈവായി കൊണ്ട് കാണുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ നല്ല പ്രവർത്തികളെ കാണുമ്പോൾ ഹമിദുല്ലാഹ, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഇനിയോ വല്ല പോരായ്മകളും തെറ്റുകളും എന്റെ ഉമ്മത്തിൽ നിന്ന് സംഭവിക്കുമ്പോൾ ഇസ്തഗ്ഫർതു ലഹും, അവർക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ അമലുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ കിടന്നുകൊണ്ട് വിഷമിക്കുന്ന ഒരു പ്രവൃത്തിയും ഒരൊറ്റൊരു മുസ്ലിമിന്റെ വക്കൽ നിന്ന് വന്നുകൂടാ. ഒരൊറ്റൊരു സുന്നീന്റെ വക്കൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒറ്റ ഒരു കാര്യം വന്നുകൂടാ. നമ്മെ എല്ലാത്തിനേക്കാളും ഏറെ സ്നേഹിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ.